ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് 2026 ജനുവരി 26. ഇന്ത്യ തന്റെ 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ മുഹൂർത്തത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കേരളത്തിൽ 77ാം റിപ്പബ്ലിക് ദിനാഘോഷം. രാജ്യം 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ കേരളവും ആവേശപൂർവ്വം പങ്കുചേർന്നു. വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന ഔദ്യോഗിക ചടങ്ങുകളിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നു. ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യ തത്വങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ ഉയർത്തിപ്പിടിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണെന്ന് അദ്ദേഹം തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിലെ മാറ്റം. സ്പീക്കറോട് വിശദീകരണം തേടി ഗവർണർ. ഗവർണറുടെ അനുമതിയില്ലാതെ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മാറ്റങ്ങൾ വരുത്തിയെന്ന ആരോപണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്പീക്കർ എൻ ഷംസീറിന് കത്തയച്ചു. രാജ്ഭവന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരം മാറ്റങ്ങൾ വരുത്തിയത് ഭരണഘടനാപരമായ വീഴ്ചയാണെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. വിഷയം പുതിയ രാഷ്ട്രീയ പോരിന് വഴി തുറന്നിട്ടുണ്ട്. പ്രതിപക്ഷം ഇതിനെ ഭരണഘടനാ ലംഘനമായി കാണുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ വ്യക്തമാക്കാനാണ് മാറ്റങ്ങൾ വരുത്തിയതെന്നാണ് ഭരണപക്ഷത്തിന്റെ വിശദീകരണം. കേരളത്തിന്റെ പ്രായമേറുന്ന ജനസംഖ്യ സാമ്പത്തിക വെല്ലുവിളിയെന്ന് RBI. കേരളത്തിലെ അതിവേഗം വർദ്ധിക്കുന്ന പ്രായമായവരുടെ ജനസംഖ്യ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വരും ദശകങ്ങളിൽ വലിയ വെല്ലുവിളിയാകുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ട്. ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ളവരുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവും വർദ്ധിച്ചു വരുന്ന സാമൂഹിക ക്ഷേമ ചെലവുകളും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ പ്രതിസന്ധിയിലാക്കുമെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. വരും വർഷങ്ങളിൽ ആരോഗ്യക്ഷേമ മേഖലകളിൽ വലിയ തുക മാറ്റിവെക്കേണ്ടി വരുന്നത് വികസന പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാമെന്നും RBI ചൂണ്ടിക്കാട്ടുന്നു. പത്മ പുരസ്കാര നിറവിൽ കേരളം. 8 മലയാളികൾക്ക് അംഗീകാരം. രാജ്യത്തിന്റെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ 8 മലയാളികൾ ഇടം പിടിച്ചു. മുതിർന്ന രാഷ്ട്രീയ നേതാവ് VS അച്യുതാനന്ദൻ, മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് KT തോമസ്, മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നിവരടങ്ങുന്നതാണ് പട്ടിക. പൊതുപ്രവർത്തനം, നിയമം, സിനിമ തുടങ്ങിയ മേഖലകളിൽ ഇവർ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്ന് ഇവരെ തേടിയെത്തിയത്. യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ നൈപുണ്യ വികസന പദ്ധതികളുമായി സർക്കാർ. സംസ്ഥാനത്തെ യുവജനങ്ങളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി വിപുലമായ പദ്ധതികൾ പ്രഖ്യാപിച്ച് തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി. അന്താരാഷ്ട്ര തലത്തിൽ നൈപുണ്യ പരിശീലനം നൽകുന്നതിനുള്ള പങ്കാളിത്ത പദ്ധതികൾ, ITIകളുടെ ആധുനികവൽക്കരണം, തൊഴിലാളികൾക്കായുള്ള വിപുലമായ ക്ഷേമ പദ്ധതികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ ആഗോള തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ രീതിയിൽ പ്രാപ്തരാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം അറിയിച്ചു. മൃഗസംരക്ഷണ മേഖലയിൽ നിക്ഷേപ സംഗമങ്ങൾ. ലക്ഷ്യം യുവ സംരംഭകർ. മൃഗസംരക്ഷണ, ക്ഷീരവികസന മേഖലകളിലേക്ക് യുവ സംരംഭകരെ ആകർഷിക്കുന്നതിനായി തിരുവനന്തപുരത്തും കണ്ണൂരിലും നിക്ഷേപ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. സ്വകാര്യ നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തി ഈ മേഖലയെ ശാക്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഗ്രാമീണ വരുമാനം വർദ്ധിപ്പിക്കാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും ഇത്തരം സംരംഭങ്ങളിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വാർത്ത തുടരും. സൈനിങ് ഓഫ്.